സിദ്ധാർത്ഥനെ കൊല്ലാൻ നേതൃത്വം കൊടുത്തവരുടെയും സഹായിച്ചവരുടെയും അനുശോചന യോഗമാണ് പൂക്കോട് നടന്നതെന്ന് ടി സിദ്ദീഖ് MLA. അന്ന് നടന്നത് സർവകലാശാലയിൽ നടന്ന സംഭവങ്ങളെ അമർച്ച ചെയ്യാനുള്ള ശ്രമമെന്നും MLA പറഞ്ഞു. സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തതെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു ഡീൻ നടത്തിയതെന്ന് കുടുംബവും പറയുന്നു. പ്രത്യേക അജണ്ട വെച്ച് പ്രവർത്തിച്ചു. ഡീനിനെ പ്രതിപട്ടികയിൽ ചേർക്കണമെന്നും ആവശ്യമുണ്ട്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സർവകലാശാല ഡീനിന്റെ പങ്ക് തുടക്കം മുതൽ കുടുംബം ആരോപിക്കുന്നുണ്ട്. അത് സാധൂകരിക്കുന്നതാണ് തെളിവ് നശിപ്പിക്കാൻ ഡീൻ ഇടപെട്ടിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന അനുശോചന പ്രസംഗം. സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ ഡീനിന് വ്യക്തമായ അജണ്ടയുണ്ടായിരുന്നതായി കുടുംബം ആരോപിക്കുന്നു. ഡീനിനെ പ്രതി ചേർക്കണമെന്നും ആവശ്യമുണ്ട്. ഡീന് മാത്രമല്ല, ഡീനും കാന്തനാഥും തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നു. ഈ രണ്ടുപേരും ഈ ക്രൂരമായ മർദ്ദനത്തിന് സാക്ഷികളാണ്. ഇതിന് പ്രതികരിച്ചില്ല, അവർ കൂട്ടുനിന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നു, ബാക്കിയുള്ള പ്രതികളെ രക്ഷിക്കാനും കൂട്ടുനിന്നു. ഇയാൾ മൊത്തം കാര്യങ്ങൾ മറച്ചു വെച്ച് ആ കുട്ടിയുടെ കൊലപാതകത്തിനെ ആത്മഹത്യയാക്കി മാറ്റാൻ ശ്രമിച്ചു. സിദ്ധാർത്ഥിനെ കൊല്ലാൻ നേതൃത്വം കൊടുത്തവരുടെയും സഹായിച്ചവരുടെയും അനുശോചന യോഗമാണ് പൂക്കോട് നടന്നതെന്ന് ടി സിദ്ദീഖ് MLA പ്രതികരിച്ചു. കൊല്ലാൻ നേതൃത്വം കൊടുത്തവരും കൊല്ലാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തവരും അതിന് മൗനമായി പിന്തുണ കൊടുത്തവരുടെയും ഒരു അനുശോചന യോഗമായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ നടന്നത്. വിവരങ്ങൾ പുറത്തു പറയാതിരിക്കാൻ അധ്യാപകർക്കും ഭീഷണിയുണ്ടെന്നും ടി സിദ്ദീഖ് MLA പറഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.